എല്ലാവർക്കും ആനീസ് ക്രേവിംഗ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഡിസേർട്ടാണ്, പപ്പായ പാനക്കോട്ട. ഇതൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം, 1.5 കപ്പ് പാല്, ഇത് ഫുൾ ക്രീം മിൽക്കാണ്, 2 കപ്പ് പപ്പായ പ്യൂരെ, 1 കപ്പ് വെള്ളം, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പഞ്ചസാര 4-5 ടേബിൾ സ്പൂൺ, വനില എക്സ്ട്രാക്റ്റ് 1 ടീസ്പൂൺ, ജെലാറ്റിൻ 20 ഗ്രാം. ജെലാറ്റിൻ സോക്ക് ചെയ്യാം. ഇതിനായി ജെലാറ്റിൻ നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. അര കപ്പ് തണുത്ത വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് സോക്കാവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഈ ഡിസേർട്ട് 2 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഒരു ലെയർ പപ്പായ പ്യൂരിയും ഒരു ലെയർ ക്രീമുമാണ്. നമുക്ക് പപ്പായ ലെയർ ആദ്യമേ തയ്യാറാക്കാം. പപ്പായ പ്യൂരെ നമുക്ക് ബോയിൽ ചെയ്യാം. അതിനായി ഒരു പാനിലേക്ക് മാറ്റാം. 1/2 കപ്പ് വെള്ളം, ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ബോയിൽ ചെയ്യാം. പഞ്ചസാരയുടെ അളവ് പപ്പായയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് 5 മിനിറ്റ് നന്നായി ബോയിൽ ചെയ്യാം. ഇതിലേക്ക് സോക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ജെലാറ്റിനിൽ നിന്ന് പകുതി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ചെറിയ ചൂടിലായിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ ഇൻഡിവിജ്വൽ പോർഷൻസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. 1 ലെയർ പപ്പായ പ്യൂരയും 1 ലെയർ ക്രീമുമാണ്. ഫസ്റ്റ് ലെയർ ഹാഫ് നിറയ്ക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് ട്രേയിലേക്ക് ചെരിച്ച് വെച്ച് തണുപ്പിച്ചെടുക്കാം. എല്ലാ ഗ്ലാസ്സുകളും ഇതുപോലെ ഫില്ല് ചെയ്യാം. ഇനി ഇത് ഫ്രീസറിൽ 20 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഇതിനായി ഒരു സോസ് പാനിലേക്ക് ക്രീമും പാലും മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റൻഡ് ക്രീമാണ്. സ്വീറ്റ്നെസ് ഇല്ലാത്ത ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ മിക്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി നന്നായി ചൂടാക്കിയെടുക്കാം. ക്രീം ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇത് നന്നായി ചൂടായി ബബിൾസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത ശേഷം വനില എക്സ്ട്രാക്റ്റും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിനും ചേർക്കാം. ഇതിൻ്റെ ചൂട് കൊണ്ട് ജെലാറ്റിൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉരുകിക്കൊള്ളും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇളക്കി റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ തണുപ്പിച്ചെടുക്കാം. ക്രീം മിക്സ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന പപ്പായ മിക്സിൻ്റെ മുകളിൽ ടോപ്പ് ചെയ്യാം. ഇത് പപ്പായ മിക്സ് ഇളകിപ്പോവാതെ സൈഡിലൂടെ സാവകാശം ഒഴിച്ച് ഫില്ല് ചെയ്യാം. എല്ലാ ഗ്ലാസും ഇതുപോലെ ഫില്ല് ചെയ്ത് 4 മുതൽ 5 മണിക്കൂർ വരെ റെഫ്രിജറേറ്ററിൽ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പീസുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.